ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു. സ്വാമി ശരണം. നമസ്തേ, ഞാൻ തങ്കം കല്ലങ്ങാട്ട്. മണ്ഡലകാലത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മണ്ഡലകാലം എന്നാൽ വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള കാലയളവാണ് എന്ന്. ഹിന്ദുമതത്തിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾക്കൊക്കെ പ്രത്യേക തലങ്ങളുണ്ട്. ഹിന്ദുമതത്തിലെ ആചാരങ്ങൾക്ക് പലതരം വ്യത്യസ്തതയും ഉണ്ടാകാം. ആധുനിക ജനതയ്ക്ക് അതിൽ അസ്വീകാര്യമായ പലതും ഉണ്ടാകാം. പക്ഷേ ആ ആചാരങ്ങളെ ചുഴിഞ്ഞു നോക്കിയാൽ അതിൽ ശാസ്ത്രീയമായ തത്വങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരുമ്പോൾ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിൽ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. സാമവേദത്തിൻ്റെ സാരാർത്ഥമാണ് തത്വമസി എന്ന് പറയുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തത്ത് അത്, ത്വം നീ, അസി ആകുന്നു, അത് നീയാകുന്നു, അത് എന്ന് ഉദ്ദേശിക്കുന്ന ഈശ്വരനെ തേടിയാണല്ലോ ശബരിമലയിലെ സന്നിധാനത്തിലേക്ക് എല്ലാവരും എത്തുന്നത്. ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഈശ്വരനെ തേടിയുള്ള യാത്ര അനിവാര്യം തന്നെ. ആ യാത്രയിൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കുന്നു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ആ സമയത്ത് തന്നെ കൊടും തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ച് ക്ഷേത്രദർശനം ചെയ്ത് സാത്വികമായ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കളങ്കങ്ങൾ എല്ലാം മാറ്റി 41 ദിവസത്തെ വ്രതവും നോറ്റ് അന്നദാനവും നടത്തി ഗുരുസ്വാമിയുടെ അനുഗ്രഹത്തോടെ ശബരിമലയിലേക്ക് യാത്രയായി പമ്പാനദിയിൽ ചെന്ന് കുളിച്ച് പമ്പാ ഗണപതിയെയും മറ്റ് ദേവീദേവന്മാരെയും ഭക്തിപൂർവ്വം തൊഴുത് അവിടെ നിന്നും നീലിമല തുടങ്ങിയ മലകളുടെ കഠിനമായ പാതകളിലൂടെ കാട്ടുമൃഗങ്ങളെയും മറ്റും വകവയ്ക്കാതെ കല്ലും മുള്ളും ചവിട്ടി യാത്ര ചെയ്താണ് സന്നിധാനത്തിലെത്തുക. ഇപ്പോൾ വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. എങ്കിലും കയറ്റം കയറിയുള്ള യാത്ര ദുഷ്കരം തന്നെ. ഇങ്ങനെ വിഷമം പിടിച്ച സാഹചര്യത്തിലൂടെ ആണല്ലോ സന്നിധാനത്തിൽ എത്തുക. ഇങ്ങനെ ദുഷ്കരമായ ചര്യയിലൂടെയുള്ള യാത്ര സ്വന്തം ആത്മതലം തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ ആത്മതലത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലെ ഈശ്വരാംശം പ്രത്യക്ഷമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ ഭഗവാൻ പറയുന്നത് തത്വമസി, നീയും ഞാനും ഒന്ന് തന്നെ, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിലെ ഈശ്വരനെ നീ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ നമുക്കറിയാവുന്നതാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരാംശം ഉണ്ട് എന്നത്. പക്ഷേ നമ്മളാരും അതേപ്പറ്റി ചുഴിഞ്ഞു ചിന്തിക്കാൻ തയ്യാറല്ല. എനിക്കോർമ്മയുള്ള ഒരു കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ കുറച്ച് താറാവിനെ വളർത്തിയിരുന്നതായി കണ്ടിട്ടുണ്ട്. അതിൽ ചാരനിറമുള്ള ഒരു താറാവിൻ്റെ കഴുത്തിൽ സ്വർണ്ണ നിറമുള്ള ഒരു മാല. അതാരും ഇട്ടുകൊടുത്തതല്ല, വിരിഞ്ഞപ്പോഴുള്ളത്, അല്ലെങ്കിൽ വളർന്നപ്പോൾ വലുതായി കാണപ്പെട്ടത്. അതിൻ്റെ കഴുത്തിൽ എങ്ങനെ ഈ മാലയുണ്ടായി എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം ഞാനിപ്പോഴും മറക്കാത്തത്. അതുപോലെ തന്നെ മൃഗങ്ങളിൽ, പക്ഷികളിൽ, പൂക്കളിൽ, ശലഭങ്ങളിൽ ഒക്കെ കാണുന്ന വർണ്ണചിത്രങ്ങൾ. പക്ഷികളെപ്പറ്റി പറയുമ്പോൾ മയിലിനെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. എത്ര ചാരുതയോടെ ഉള്ള ചിത്രമാണ് അവയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈവിധ്യമാർന്നതും സ്വാദിഷ്ടവുമായ ഫലങ്ങൾ. ഈശ്വരാംശം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യമില്ലാതെ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. പക്ഷേ മനുഷ്യന് എക്സ്ട്രാ ആയി കുറച്ച് വിശേഷബുദ്ധി കൂടിയുണ്ട്. ആ വിശേഷബുദ്ധി ദുരുപയോഗപ്പെടുത്താതിരുന്നാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വച്ചാൽ, നമ്മൾ ആരാധിക്കുന്നത് കലിയുഗ വരദനായ അയ്യപ്പനെയാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ. പക്ഷേ ഈ യുഗത്തിലെ പ്രത്യക്ഷ ദൈവമാണ് അയ്യപ്പൻ താമസിച്ചിരുന്ന പന്തളം കൊട്ടാരം ഇപ്പോഴുമുണ്ട്. അയ്യപ്പൻ 800 വർഷത്തിന് ഇപ്പുറമാണ് ജീവിച്ചിരുന്നത് എങ്കിൽ പന്തളം കൊട്ടാരത്തിൽ 1000 വർഷത്തിൽ അധികം പഴക്കമുണ്ട് എന്നറിയുന്നു. പാണ്ഡ്യരാജകുടുംബങ്ങൾ മധുരാപുരി ഉപേക്ഷിച്ച് പന്തളം ആസ്ഥാനമാക്കി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാജശേഖരവർമ്മ എന്ന രാജാവിന് ലഭിച്ചതാണ് മണികണ്ഠന്, അല്ലെങ്കിൽ അയ്യപ്പനെ എന്ന് പറയുന്നു. അയ്യപ്പൻ എന്നൊക്കെ വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പേർ ആര്യൻ കേരളവർമ്മൻ എന്നായിരുന്നെന്നും അറിയുന്നു. അയ്യപ്പനെ പറ്റി പല കഥകളും ഉണ്ട്. എങ്കിലും ഞാൻ വായിച്ചറിഞ്ഞതായ ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതായ ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഉദയനൻ എന്ന കൊള്ളക്കാരൻ, ഉദയൻ എന്നും കേൾക്കുന്നു, ശാസ്താക്ഷേത്രത്തിലെ മേൽശാന്തിയെ കൊല ചെയ്യുകയും അതുകൂടാതെ രാജകൊട്ടാരത്തിലെ ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തത്രേ. ശേഷം മേൽശാന്തിയുടെ മകനായ ജയന്തൻ നമ്പൂതിരി രാജകുമാരിയെ തടവിൽ നിന്ന് മോചിപ്പിച്ച് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തെന്നും ആണ് കഥ. അവരുടെ മകനാണത്രേ അയ്യപ്പൻ എന്ന മണികണ്ഠൻ.
അതുപോലെ തന്നെ മാളികപ്പുറത്തമ്മ എന്ന് വിവക്ഷിക്കുന്നത് പന്തളരാജൻ മധുരാപുരിയിൽ നിന്നും കൊണ്ടുവന്ന മധുരമീനാക്ഷി ചൈതന്യമാണെന്നും ഉള്ള ഒരു സങ്കല്പവുമുണ്ട്. ഏതായാലും 800 വർഷത്തിനിപ്പുറം ജീവിച്ചിരുന്ന അയ്യപ്പൻ മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷിയെ വധിച്ചു എന്ന് പറയുന്നതിൽ അപാകത ഉണ്ട്. മഹിഷിയെ വധിച്ചത് മോഹിനിസുതനായ ധർമ്മശാസ്താവാണ്. പന്തളരാജൻ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയെ പൂജിച്ചിരുന്നതായി അറിയുന്നു. അയ്യപ്പനും അവിടുത്തെ ഭക്തനായിരുന്നത്രേ. ഇടയ്ക്കിടെ അവിടെ പോയി ധ്യാനാവസ്ഥയിൽ ഇരിക്കാറുണ്ട് എന്നും അറിയുന്നു. മറവപ്പടയെ നിർമ്മാർജ്ജനം ചെയ്ത് പന്തള രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കുക എന്നതായിരിക്കാം അയ്യപ്പൻ്റെ നിയോഗം. ധർമ്മശാസ്താവിൻ്റെ അംശാവതാരമാണ് അയ്യപ്പൻ എന്നും പറയുന്നു. തൻ്റെ നിയോഗം പൂർത്തിയായപ്പോൾ ധർമ്മശാസ്ത്ര സഹിതത്തിൽ ധ്യാനാവസ്ഥയിലിരുന്ന് ശാസ്താവിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ബ്രഹ്മനിഷ്ഠയുള്ള അയ്യപ്പൻ്റെ ധ്യാനാവസ്ഥയ്ക്ക് ഭംഗം വരരുത് എന്ന് കരുതിയായിരിക്കാം 10നും 50നും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിഷിദ്ധമാക്കിയിരിക്കുന്നത്. പൂർണ്ണ, പുഷ്കല എന്നീ പേരുകളുള്ള പത്നിമാർ ശാസ്താവിന് ഉണ്ടായിരുന്നുവെങ്കിലും ശബരിമലയിലെ ശാസ്താപ്രതിഷ്ഠയും ധ്യാനാവസ്ഥയിലായിരുന്നു എന്നും പറയുന്നു.